നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടിടത്ത് താമര വിരിയുമെന്ന അവകാശവാദവുമായി ബി.ജെ.പി. നേതാക്കൾ. തൂക്കുസഭയിൽ 30-ലേറെ സീറ്റുകൾ നേടി കറുത്ത കുതിരകളാവുമെന്ന് പുറത്തു പറയുമ്പോഴും നിലവിൽ ബി.ജെ.പിയുടെ വിലയിരുത്തൽ 2 സീറ്റുകൾ ഉറപ്പെന്നാണ്. നേമത്ത് രാജീവ് ചന്ദ്രശേഖരന്റെയും കഴക്കൂട്ടത്ത് വി മുരളീധരന്റെയും വിജയം ഉറപ്പെന്ന വിലയിരുത്തലിലാണ് ഇന്നലെ രാത്രി വൈകി നേതാക്കൾ പിരിഞ്ഞത്. കാട്ടാക്കട, വട്ടിയൂർക്കാവ്, ആറ്റിങ്ങൽ, ചാത്തന്നൂർ, മഞ്ചേശ്വരം, പാലക്കാട് അടക്കം 10 ഇടങ്ങളിൽ അട്ടിമറിക്ക് സാധ്യതയുണ്ടെന്നും ബി.ജെ.പി. വിലയിരുത്തുന്നു. നേമത്ത് ന്യൂനപക്ഷ വോട്ടുകൾ 2ആയി വിഭജിച്ചെന്ന് ബി.ജെ.പി. വിലയിരുത്തുന്നു. ശിവൻകുട്ടിക്കും ശബരിനാഥിനുമായി ന്യൂനപക്ഷ വോട്ടുകൾ വിഭജിക്കപ്പെട്ടപ്പോൾ നിഷ്പക്ഷ യുവ വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖരന് ലഭിച്ചെന്നാണ് ബി.ജെ.പി. നേതാക്കളുടെ വിലയിരുത്തൽ. ശബരിമല വിഷയം ചർച്ചാ വിഷയമായത് കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രന് എതിരും വി മുരളീധരന് അനുകൂലമാകുമെന്നാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. വട്ടിയൂർക്കാവിലും കാട്ടാക്കടയിലും ഉയർന്ന പോളിംഗും ബി.ജെ.പിക്ക് പ്രതീക്ഷയുണ്ട്. മഞ്ചേശ്വരത്ത് ഇത്തവണ പ്രവാസി വോട്ടുകൾ കൂട്ടമായി എത്താത്തത് സുരേന്ദ്രന് ഗുണകരമാകുമെന്നാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. പാലക്കാടും ചാത്തന്നൂർ, മണലൂർ പോലുള്ള മണ്ഡലങ്ങളിലും അട്ടിമറിക്ക് സാധ്യതയുണ്ടെന്ന് ബി.ജെ.പി. കണക്കുകൂട്ടുന്നു. അതേസമയം നേമത്ത് ഉറച്ച ജയപ്രതീക്ഷയിലാണ് ശിവൻകുട്ടിയും ശബരിനാഥും. ന്യൂനപക്ഷ വോട്ടുകൾ വിഘടിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അത് ജയം തടയില്ലെന്നാണ് വി ശിവൻകുട്ടിയുടെ ആത്മവിശ്വാസം. രാഷ്ട്രീയ സാഹചര്യങ്ങൾ യു.ഡി.എഫിന് അനുകൂലമായിരുന്നുവെന്നും അട്ടിമറിയുണ്ടാകുമെന്നും ശബരിനാഥൻ പറയുന്നു. നേമം മണ്ഡലം നിലനിർത്തുമെന്നും അത് നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യവുമില്ലെന്നും LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി വോട്ടെടുപ്പിന് ശേഷം നേമം നിലനിർത്താനാകുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടുന്നതെന്നും ബി.ജെ.പി. പണമൊഴുക്കിയെങ്കിലും ന്യൂനപക്ഷങ്ങളെ അവർക്ക് വിലക്ക് വാങ്ങാനായില്ലെന്നും ശിവൻകുട്ടി ന്യൂസിനോട് പറഞ്ഞു. പെട്ടികളിലാണ് ബി.ജെ.പി. പണം കൊണ്ടുവന്നത്. പെട്ടി കൊണ്ടുവന്ന വാഹനത്തിന്റെ നമ്പർ വ്യാജമാണെന്നാണ് പോലീസ് കണ്ടെത്തിയത്. പണവും മദ്യവും മണ്ഡലത്തിൽ ബി.ജെ.പി. ഒഴുക്കി. ബി.ജെ.പിയുടെയും കോൺഗ്രസിന്റെയും പൊതുശത്രുവാണ് താൻ. അതിനാൽ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ന്യൂനപക്ഷ വോട്ടുകൾ വിഘടിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ വോട്ടുകൾ LDFന് ലഭിച്ചെന്നാണ് പൊതുവായ വിലയിരുത്തൽ. SIRന് ശേഷമുള്ള വോട്ടിംഗ് ആയതിനാൽ കൂടുതൽ വിലയിരുത്തൽ വേണം. തോൽക്കാൻ സാധ്യതയുള്ള UDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുമെന്ന് കരുതുന്നില്ല. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയൊക്കെ വന്നിട്ട് ബി.ജെ.പിക്കെതിരെ സംസാരിക്കാൻ തയ്യാറായില്ല. സീനിയർ നേതാവായ പിണറായിയെ ആക്രമിച്ചു. അതിന് ഉചിതമായ മറുപടി അദ്ദേഹം നൽകിയെന്നും കേരളത്തിലെ ഭരണ തുടർച്ചയുണ്ടാകുമെന്നും ശിവൻകുട്ടി പറയുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്ക് സൈനിങ് ഓഫ്.